ഇന്ന് സമകാലികത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു സുഹൃത്തു കൂടിയാണ് മുസ്ലിഹ് VK. മുസ്ലിഹിനെ സംബന്ധിച്ചിടത്തോളം ദീനി രംഗത്തും അതുപോലെ തന്നെ അക്കാഡമിക് രംഗത്തും ഒരുപോലെ പ്രത്യേകതകളുള്ള പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ് മുസ്ലിഹ്. മുസ്ലിഹ് CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എക്സാം അതിൻ്റെ 2 ഗ്രൂപ്പും ഒരുമിച്ച് എഴുതുകയും അത് ഒരുമിച്ച് ക്ലിയർ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലക്ക് നല്ലൊരു നേട്ടം കൈവരിച്ചു. അതുപോലെ തന്നെ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കിയ ഹാഫിള് കൂടിയാണ് മുസ്ലിഹ്. മാഷാ അല്ലാഹ്. 6 മാസം കൊണ്ട്. അതെ, വെറും 6 മാസം കൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ സമകാലികത്തിൽ മുസ്ലിഹിനോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം മുസ്ലിഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിഹ്, ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തട്ടല്ലേ? പേര് ഏതായാലും നമ്മൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി, പക്ഷേ കുറച്ചുകൂടി ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ്. പിന്നെ പേരിവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിഹാണ്. കൊടിയത്തൂരാണ് സ്വദേശം. വീട്ടിൽ കോഴിക്കോട് ജില്ല അല്ലേ? കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ നമുക്കൊക്കെ ഫേമസ് ആയിരിക്കും, പക്ഷേ കേൾക്കുന്ന ശ്രോതാക്കൾ കോഴിക്കോട്. വീട്ടിൽ പിന്നെ 3 താത്ത ഉണ്ട്, അതുപോലെ 2 അനിയത്തി, അതുപോലെ ഉമ്മ ഉപ്പ. മാഷാ അല്ലാഹ്. ഉപ്പ എന്ത് ചെയ്യുന്നു? ഉപ്പ കുറച്ചു കാലം വിദേശത്തായിരുന്നു, ഉപ്പ നാട്ടിലുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. പിന്നെ പഠനവും കാര്യങ്ങളൊക്കെ, സ്കൂള് പിന്നെ LP നാട്ടിൽ തന്നെയായിരുന്നു. സലഫി പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളായിരുന്നു LP. അതുപോലെ പിന്നെ അതിനടിയിലുള്ള ലോവർ പ്രൈമറി ഒക്കെ. അതുപോലെ UP. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഹിഫ്ള് പഠിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാ ഹിഫ്ള് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ഏത് ക്ലാസ്സിൽ നിന്നാണ് ഹിഫ്ളിന് പോയത്? അത് പിന്നെ 2ാം ക്ലാസ് കഴിഞ്ഞാറ് ഒരു സമയത്ത് പോയിരുന്നു. പിന്നെ അവിടെ ഹോസ്റ്റലൊന്നും പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോരുകയും 2ാം ക്ലാസ് കഴിഞ്ഞപാട് പിന്നെ അത് അവിടെ പിടിക്കാത്തതുകൊണ്ട് തിരിച്ച് 4ാം ക്ലാസ് കഴിഞ്ഞാറ് പിന്നെ ഒന്നും കൂടെ പോവുകയായിരുന്നു. വീണ്ടും ഉപ്പന്നെ അങ്ങോട്ട് കൊണ്ടാക്കിയോ? പിന്നെ ആദ്യം 2ലും എൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഹോസ്റ്റലിൽ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോകുന്നതിന് മുന്നേ നമുക്കൊരു ഭയങ്കര ആവേശവും സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടലും, അവിടെ ഹോസ്റ്റലിൽ എത്തുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പിന്നെ യാഥാർത്ഥ്യം അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ 3ാം ക്ലാസ്സിൽ നിന്ന് കൂടെ തിരിച്ചു പോന്നു. പിന്നെ പോരുമ്പോൾ പറഞ്ഞിരുന്നു 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും ഇൻഷാ അല്ലാഹ് പോയി പഠിക്കുമെന്നുള്ളത്. അങ്ങനെ അള്ളാൻ്റെ അനുഗ്രഹത്താൽ പിന്നെ 4 കഴിഞ്ഞു പോയി. 6 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എടവണ്ണ ജാമിയ നദവിയിൽ ആയിരുന്നു ഹിഫ്ള് കംപ്ലീറ്റ് ആക്കിയത്. മാഷാ അല്ലാഹ്. അപ്പോൾ 6 മാസം കൊണ്ട് പൂർണ്ണമായി പഠിക്കാൻ പറ്റി. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ഖുർആൻ ഒരു നോർമൽ ഐക്യുള്ള ഒരാൾ ഖുർആൻ എത്ര വർഷം കൊണ്ടാണ് ശരിക്കും ഹിഫ്ളാക്കാൻ പറ്റുക? അത് പിന്നെ ആ ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ചിലപ്പം പിന്നെ ഇപ്പോഴുള്ള സ്ഥാപനങ്ങളൊക്കെ മിക്കതും പിന്നെ സ്കൂളിന് ഒപ്പം തന്നെ പിന്നെ ഹിഫ്ള് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉള്ളത്. ഞാൻ അവിടെ പഠിച്ചിരുന്നത് ഹിഫ്ള് മാത്രമായിരുന്നു. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു 2 വർഷം കൊണ്ടൊക്കെ സുഖമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത്. അതാണ് 6 മാസം കൊണ്ടാക്കിയത്. അൽഹംദുലില്ലാ. യഥാർത്ഥത്തിൽ ഈ 6 മാസം ഒരു മോട്ടീവ് എന്തായിരുന്നു വെച്ചാൽ പിന്നെ പെട്ടെന്ന് പഠിച്ചാൽ ഹിഫ്ള് കംപ്ലീറ്റ് ആക്കിയ വീട്ടിൽ കൊണ്ടുപോകും എന്നുള്ളായിരുന്നു. വേഗം കഴിഞ്ഞാൽ വേഗം പോകുന്നുള്ളത്. അതിനുശേഷം പിന്നെ ഹിഫ്ള് കംപ്ലീറ്റ് ആക്കിയാൽ ഹാഫിളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബാധ്യതയാണ് അത് മറക്കാതിരിക്കുക എന്നുള്ളത്, വീണ്ടും വീണ്ടും ദൗറ ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി അതുപോലെ സ്കൂൾ പഠനവും 2ഉം ഒരുമിച്ച് കിട്ടുന്നൊരു സ്ഥാപനം എന്ന നിലയ്ക്ക് സ്കൂൾ ഓഫ് ഖുർആൻ ആൻഡ് സയൻസ് നമ്മുടെ പിന്നെ ചേന്നമംഗലൂർ KC അബ്ദുള്ള മൗലവി ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു. അവിടെ ഏകദേശം 5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു പഠനം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ സ്കൂളിങ്ങും ഹൈഫ്ളിൻ്റെ കാലഘട്ടമൊക്കെ അങ്ങനെയാണ് അല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ അത് ഇപ്പോൾ ഇമാമത്തും കാര്യങ്ങളൊക്കെ ഇമാമത്ത് പിന്നെ തറാവീഹിന് എല്ലാ വർഷവും നിൽക്കലുണ്ട്. കഴിഞ്ഞ 2 വർഷവും പിന്നെ പഠനം ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാട്ടിലില്ലായിരുന്നു. ഒരു വർഷം ഗുജറാത്തിലായിരുന്നു, കഴിഞ്ഞ വർഷം ബാംഗ്ലൂരായിരുന്നു. ഓക്കെ. പ്ലസ് 2 കഴിഞ്ഞിട്ട് അല്ലേ? പ്ലസ് 2 ഇപ്പോൾ കഴിഞ്ഞു. പ്ലസ് 2 കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ CA കോഴ്സ് എടുത്തത്. നമുക്ക് വരാം. ഓക്കെ. അപ്പോൾ ഇനി അതിലേക്ക് പോവാം. സ്കൂളിങ് കഴിഞ്ഞു, അതിനിടയ്ക്ക് ഹൈഫ്ളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ തുടർ പഠനങ്ങളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പ്ലസ് 2 കഴിയുന്നു അല്ലേ? 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ കഴിഞ്ഞു. പ്ലസ് 2 എവിടെയായിരുന്നു? പ്ലസ് 2 ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നീടാണ് ഈ CAയിലേക്ക് പോകാനുള്ളൊരു താല്പര്യം എങ്ങനെ വന്നത്? പിന്നെ 10th കഴിഞ്ഞപ്പം സയൻസ് ബാച്ചാണ് എടുത്തത്. സ്വാഭാവികമായിട്ടും പിന്നെ അന്നുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എയിംസിലെത്തുക എന്നുള്ളതായിരുന്നു. MBBS അതിനാണ് ടോപ്പാണല്ലോ എയിംസ് എന്നുള്ളത്. അതായിരുന്നു ലക്ഷ്യം. പിന്നെ അങ്ങനെ സയൻസ് ബാച്ച് കിട്ടി.
പിന്നെ സ്കൂളിങ്ങിന് പുറമെ തന്നെ നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചേർന്നു. ഏകദേശം ഒരു മാസമൊക്കെ പോയി. അപ്പോൾ പിന്നെ തോന്നി ഇത് നടക്കില്ലെന്ന് തോന്നിയപ്പോൾ പിന്നെ ഒന്ന് ആ ഒരു പിന്നെ ലക്ഷ്യം പിൻവലിക്കണ്ടായിരുന്നു. MBBS നമ്മളെ ഫീൽഡെല്ലാം തോന്നി. പിന്നെ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ആദ്യം മനസ്സിലുണ്ടായിരുന്നു ഡിഗ്രി എന്തായാലും എടുക്കേണ്ട, ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് എന്തായാലും എൻ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അന്വേഷിച്ചു. പിന്നെ CA എന്ന് പറയുമ്പോൾ കൊമേഴ്സ് ഫീൽഡിലുള്ളൊരു പിന്നെ പ്രൊഫഷനാണല്ലോ. സ്വാഭാവികമായിട്ടും സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്ര പരിചിതം ആവില്ല. അപ്പം പിന്നെ കൊമേഴ്സ് സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞു CA നല്ലൊരു കോഴ്സ് ഉണ്ട്, അത് പിന്നെ സ്വാഭാവികമായിട്ട് കിട്ടാനും പണിയാണ്, പിന്നെ ഒന്ന് എടുത്തു നോക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കിട്ടാൻ പണിയാണ് എന്നുള്ളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡിസ്കറേജ് ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊന്ന് എടുത്തു നോക്കാൻ ശ്രമിക്കുന്നതിനൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ പിന്നെ അത് എടുത്തു. അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം, അത് പിന്നെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് എന്നുള്ള നിലക്ക് പിന്നെ CA എടുക്കുകയാണ് ഉണ്ടായത്. അല്ല, ഈ കൊമേഴ്സ് പൊതുവെ എങ്ങനെയായിരുന്നു മുസ്ലിമിന് ഇഷ്ടമുള്ള ഒരു ഏരിയ ആയിരുന്നു? കൊമേഴ്സ് എന്താന്ന് സ്വാഭാവികമായിട്ട് സയൻസ് വിദ്യാർത്ഥികൾ അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് +2 കഴിഞ്ഞു, പിന്നെ CAക്ക് ജോയിൻ ചെയ്തു. അത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങും എന്ന് തോന്നി. സാധാരണ ഈ കൊമേഴ്സുകാരാണ് CAയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണാറുള്ളത്. മറ്റൊന്നെന്ന് വെച്ചാൽ സയൻസ് വിദ്യാർത്ഥികളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ +1 +2 കമ്പാരിറ്റീവ്ലി സയൻസ് ബാച്ചിന് കുറച്ചുകൂടി വോളിയം ഉണ്ടാവും പഠിക്കാൻ കൊമേഴ്സിനെ കാണും. അപ്പോൾ ഒരു പഠനം അറ്റ്മോസ്ഫിയർ സ്വാഭാവികമായിട്ടും ഈ സയൻസ് വിദ്യാർത്ഥികൾക്കാണ് കൂടുതലും ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ഫീൽഡിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പം കൂടുതൽ ശ്രദ്ധ നമ്മൾ ആ ഒരു മേഖലയിൽ പതിക്കും ചെയ്യും. എന്നാൽ കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ +1 +2 പഠിച്ചതിൻ്റെ ഒരു ചെറിയൊരു അഡ്വാൻസ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജൊക്കെ CAയിൽ പഠനം വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പാസ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ സയൻസ് വിദ്യാർത്ഥി നമ്മളെ ബാച്ചിലൊക്കെ ഒരു 50% അബവും സയൻസിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് പാസ്സായി പോകുന്നതിലും പിന്നെ കൂടുതലായി കാണുന്നത്. അപ്പോഴേ നമ്മളിപ്പോൾ CAയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് എന്താണ് ഈ CA, അതിലെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഏരിയ, എന്താണ് അതിൻ്റെ ഒരു കാലാവധി, എങ്ങനെയാണ് ഒരു കോഴ്സിൻ്റെ? CA എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൊമേഴ്സ് ഫീൽഡിലെ ഒരു വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സ് എന്ന് വിളിക്കുക. CA എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്നുള്ളതാണ്. പിന്നെ അത് നമ്മുടെ ലോക്സഭ പാസ്സാക്കിയ ഒരു ബില്ലിൻ്റെ ഒരു ആക്ടിൻ്റെ പ്രകാരം ഉണ്ടായിട്ടുള്ളൊരു ബോഡി ഉണ്ട്, ICAI എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അവരാണ് ഈ എക്സാം നടത്തുന്നത്. അതുപോലെ സിലബസ്, സ്റ്റഡി മെറ്റീരിയൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ബോഡിയാണ്. എന്നാൽ ഈ ഒരു ബോഡി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ അത് പിന്നെ നമുക്ക് സ്വയം പഠിച്ച് എക്സാം എഴുതാം. എന്നാൽ അതിന് കുറച്ചുകൂടി എഫക്റ്റീവ്നെസ് ഉണ്ടാകാനാണ് നമ്മൾ ഈ ട്യൂഷൻ സെൻറ്ററുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം വർദ്ധിച്ചു വരുന്നൊരു പിന്നെ ഫീൽഡാണല്ലോ. പണ്ടൊക്കെ വെച്ചാൽ CA ഇതൊക്കെ കേട്ടുപരിചയം തന്നെ ഇല്ലാത്തൊരു കോഴ്സായിരുന്നു. പിന്നെ അതുപോലെ നമ്മളെ പിന്നെ അധ്യാപകരൊക്കെ പറയുന്നതൊക്കെ അവർ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചിരുന്നൊരു കാലം. എന്നാൽ ഇപ്പോൾ നാട്ടിൽ സുലഭമായിട്ട് ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. അപ്പം പിന്നെ ഈ എക്സാം കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ മെമ്പർഷിപ്പ് എല്ലാം ICA എന്ന് പറഞ്ഞ ബോഡിയാണ് കൊടുക്കുന്നത്. 3 സ്റ്റേജാണുള്ളത്, ഫൗണ്ടേഷൻ, ഇൻ്റർ, ഫൈനൽ എന്നുള്ളത്. എല്ലാ സ്റ്റേജും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഒരു 4.5 വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ ഒരു 6 മാസം, പിന്നെ ഇൻ്റർ ഒരു 9 മാസം, 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. പിന്നെ ഒരു ട്രെയിനിങ് വരുന്നുണ്ട് ഫൈനൽ എക്സാമിൻ്റെ മുന്നേ ആയിട്ട്. പിന്നെ ഞാൻ എൻ്റർ ചെയ്ത സമയത്ത് 3 വർഷമായിരുന്നു, അതിപ്പോൾ 2 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. അത് പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു 1/2 വർഷം കൂടെ, എന്ന് പറഞ്ഞാൽ 2.5 വർഷം, ഇൻ്റർ കഴിഞ്ഞ് ഒരു 2.5 വർഷം ആകുമ്പോൾ നമുക്ക് ഫൈനൽ എഴുതാൻ പറ്റുന്ന എലിജിബിൾ ആകും നമ്മൾ. അങ്ങനെ ഫൈനൽ എക്സാം കൂടി പാസ്സായാൽ CA മെമ്പർഷിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ CA എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഓക്കെ. പിന്നെ ഇതിലിപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു പിന്നെ വിശേഷങ്ങളിലൊക്കെ അറിഞ്ഞ് അതിൻ്റെ ഒരു 2 ഗ്രൂപ്പും എക്സാം ഒരുമിച്ച് ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. അത് എന്താണ് അതോട് ഉദ്ദേശിക്കുന്നത്? അത് വളരെ റെയറാണ് എന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ അറിഞ്ഞു. വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ക്ലിയർ ചെയ്യപ്പെടാറുള്ളതെന്ന് കണ്ടു. അതെന്താണ് വിഷയം? ഇതിൽ ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞു 3 സ്റ്റേജാണുള്ളത്. ഫൗണ്ടേഷനിലൊരു 4 പേപ്പറുണ്ട്, അത് ഒരു ഗ്രൂപ്പായിട്ടുള്ളത്. പിന്നെ ഇൻ്ററിൽ 6 പേപ്പറുണ്ട്, മുമ്പ് 8 ആയിരുന്നു, ഇപ്പോൾ 6 ആയി. അത് 3 പേപ്പറിൻ്റെ 2 ഗ്രൂപ്പുകളാണുള്ളത്. ഫൈനലും അതേപോലെ 6 പേപ്പറാണുള്ളത്. പിന്നെ 3 പേപ്പറിൻ്റെ 2 ഗ്രൂപ്പുകളായിട്ടുള്ളത്. ഈ ഗ്രൂപ്പ് അറ്റ് എ ടൈം നമുക്ക് ബോത്ത് ഗ്രൂപ്പ് എഴുതണമെന്ന് നിർബന്ധമല്ല, പക്ഷേ പിന്നെ സിംഗിൾ ഗ്രൂപ്പ് എഴുതി പാസ്സായാൽ മതി. ഇതിൻ്റെ ഒരു പിന്നെ CA പാസ്സാവാൻ പണിയാണെന്ന് പറയുന്നതിൻ്റെ ഒരു പിന്നെ
പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. എന്താ വെച്ചാൽ സിംഗിൾ പേപ്പർ നമ്മൾ 100 എല്ലാ പേപ്പറും ഉണ്ടാകാം. 140% സിംഗിൾ പേപ്പർ 40 കിട്ടും വേണം. നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ 50% മുകളിൽ മാർക്കും വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേപ്പറിൽ 40 കിട്ടി, എല്ലാ പേപ്പറിലും 40 കിട്ടിയാലും നമ്മൾ സ്വാഭാവികം 120 ആവുള്ളൂ. എന്നാൽ ഗ്രൂപ്പിൽ അത് 50% എബോ ആയില്ല, 150 മുകളിൽ വേണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ആ 3 പേപ്പർ വീണ്ടും എഴുതേണ്ടി വരും, 3 പേപ്പറും വീണ്ടും എഴുതേണ്ടി വരികയാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ഒരു പ്രശ്നമാണ് പാസ്സാവാനുള്ളത്. അപ്പം പിന്നെ ഈ ബോത്ത് ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതിയാലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രൂപ്പിൽ 150 ഇപ്പം 160 ഉണ്ട്, മറ്റൊരു ഗ്രൂപ്പിൽ 140 ഉള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ഗ്രൂപ്പിൽ 150 നമ്മൾ കവർ ചെയ്തിട്ടില്ല, എന്നാൽ മറ്റേതിൽ 160 ഉണ്ട്. ഈ 10 മാർക്ക് നമുക്ക് അതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ബോത്ത് ഗ്രൂപ്പ് എഴുതിയാലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ബോത്ത് ഗ്രൂപ്പ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും 6 പേപ്പർ ഒരുമിച്ച് എഴുതാണ്. അപ്പം ഈക്വൽ വെയിറ്റേജ് എല്ലാ പേപ്പറിനും കൊടുത്ത് പഠിക്കേണ്ടി വരും. അതൊന്ന് പ്ലാൻ ചെയ്യണമെന്ന് മാത്രം. ഇങ്ങനെ ഒന്നിച്ച് ചെയ്യണമെന്ന് പൊതുവെ കുട്ടികൾ അങ്ങനെ ഒന്നിച്ച് എടുക്കാറില്ലാത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ 6 പേപ്പർ പഠിക്കേണ്ടി വരും. പിന്നെ സമയത്തിൻ്റെ ഒരു കൺസ്ട്രെയിൻസ് അഭിമുഖീകരിക്കുന്നവർക്ക് ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ ചെയ്യണമെന്ന് മുസ്ലിമിന്റെ സ്വന്തം തീരുമാനം അതോ കൂടി ആലോചിച്ച് അങ്ങനെ എന്തെങ്കിലും? അതല്ല, ഞാൻ പിന്നെ ഇന്റർ പാസ്സായതും ഇങ്ങനെ ബോത്ത് ഗ്രൂപ്പ് ഈ ഒരു അഡ്വാൻറ്റേജും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. മുസ്ലിമിന്റെ പണ്ടേ വേഗം തീർത്ത വേഗം പോയാലോ. ഇന്റർ പാസ്സായത് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു ഗ്രൂപ്പിൽ ശരിക്കും 50% മാർക്ക് ഇല്ലേനു, മറ്റേതിൽ 50% എബോ ഉണ്ടായിരുന്നു. ആ മാർക്ക് ഇങ്ങോട്ടേക്ക് സെറ്റ് ഓഫ് ചെയ്താലാണ് ഞാൻ പാസ്സായത്. സ്വാഭാവികമായിട്ടും ഫൈനൽ എക്സാമും പിന്നെ ഇന്ററിൻ്റെ ഡബിൾ വോളിയം ഉണ്ട്. അപ്പോൾ പിന്നെ തുടക്കത്തിലെ തന്നെ ബോത്ത് ഗ്രൂപ്പ് എഴുതണം എന്നുള്ളൊരു പിന്നെ ദൃഢ നിശ്ചയത്തോടെയായിരുന്നു പഠനം സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അള്ളാൻ്റെ പരമായ അനുഗ്രഹത്താൽ അത് പിന്നെ കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ ആ ഒരു അഡ്വാൻറ്റേജിൽ തന്നെയാണ് ഇപ്രാവശ്യം ഫൈനലും അങ്ങനെ തന്നെയാണ് പാസ്സായത്. ഒന്നിൽ 50% ഇല്ല, മറ്റേതിൽ 50% കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ മാർക്കിംഗ് കൂടെ സെറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഫൈനലും പാസ്സാകാൻ പറ്റിയത്. ആദ്യം ആ ഒരു ലക്ഷ്യത്തോടു കൂടി പോകുക എന്നുള്ളതാണ് പ്രധാനം അല്ലേ? അതെ. പിന്നെ നമ്മളെന്താ വെച്ചാൽ ചിലർ ആദ്യം തുടങ്ങും ബോത്ത് ഗ്രൂപ്പ് എന്നുള്ളത്, പിന്നെ ഇങ്ങനെ ക്ലാസ്സൊക്കെ കേട്ട് തുടങ്ങുമ്പോൾ അതെന്തായാലും പറ്റൂല, അഞ്ച് സിംഗിൾ ഗ്രൂപ്പിലേക്ക് ഒതുങ്ങും. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു പേപ്പറിൽ എക്സംഷനെങ്കിലും വാങ്ങാന്നുള്ള നിലയ്ക്ക് എത്തുന്ന പിന്നെ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് പ്ലാനായി നമുക്ക് തുടക്കത്തിലെ മുന്നോട്ട് പോയാൽ പിന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക് തന്നെയാണ് ഇത് എന്നുള്ളതാണ് തോന്നുന്നത്. മുസ്ലിമിൻ്റെ ഒരു പ്രചോദനം എന്താ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനുള്ള എപ്പോഴും ഉള്ളിൽ നിന്നുള്ളൊരു അത് പിന്നെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പിന്നെ മോട്ടീവ് നമ്മളെന്താ വെച്ചാൽ ഒരു പിന്നെ പ്രോത്സാഹനം മുമ്പിൽ ഉണ്ടാവണമല്ലോ. ഞാൻ പൊതുവേ പിന്നെ റിസൾട്ടിൻ്റെ ആ ഒരു ദിവസം ഇങ്ങനെ ഓർക്കുക ചെയ്യുക, പിന്നെ തോറ്റാലെന്തായിരിക്കും ജയിച്ചാലെന്തായിരിക്കും എന്നുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ഡിഗ്രിയൊക്കെ വെച്ചാൽ ഒരു പേപ്പർ പോയാൽ ഒരു പേപ്പർ നമുക്ക് എന്താ എഴുതിയെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു പേപ്പർ പോയാൽ ആ ഗ്രൂപ്പിലെ മൊത്തം പേപ്പർ വീണ്ടും എഴുതുന്ന ഒരവസ്ഥ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനുവേണ്ടി ഇരിക്കേണ്ടി വരും, കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. 6 മാസം കൊല്ലത്തിൽ 2 സമയത്താണ് ഇത് നടക്കുന്നത് ഫൈനൽ എക്സാം, മെയ്യിലും നവംബറിലും. അപ്പോൾ ഒരു 6 മാസം ഗ്യാപ്പ് വീണ്ടും വരികയാണ്. അപ്പം എല്ലാ എക്സാമിനും പൊതുവെ റിസൾട്ട് ഡേൻ്റെ കുറിച്ചും അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആലോചിച്ചിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനൊന്ന് ഇമാജിൻ ചെയ്യും. അതെ. അപ്പോൾ പിന്നെ പഠനം എവിടെയായിരുന്നു, അതുപോലെ പഠനത്തിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയായിരുന്നു മുസ്ലിമിൻ്റെ പഠനം? പിന്നെ ആദ്യത്തെ 2 സ്റ്റേജും കോഴിക്കോട് IAM എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. കൊറോണ സമയത്താണ് നമ്മൾ +2 ഉണ്ടായിരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഓൺലൈനായിരുന്നു ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് കുറേ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ട്രാവൽ ചെയ്യേണ്ട, ഒരുങ്ങി പോകണ്ട, നമ്മൾ കളി തന്നെ എടുത്ത് അവിടെ കുത്തിയിരുന്നാൽ മതി. പിന്നെ ടൈം കുറേ കിട്ടിയിരുന്നു. പക്ഷേ ചിലവർക്ക് അതെന്താ വെച്ചാൽ ഓൺലൈൻ ക്ലാസ് കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഫൈനൽ സ്റ്റേജ് ഞാൻ ഓൺലൈൻ തന്നെയായിരുന്നു. ലോജിക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, അതുപോലെ III എന്നൊരു സ്ഥാപനം, 2 സ്ഥാപനത്തിൽ നിന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ കണ്ടതായിരുന്നു. സ്റ്റഡി പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഫൈനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈനൽ സ്റ്റേജിന് മുന്നേ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം പിന്നെ ട്രെയിനിങ് ഒരു 2 വർഷമാകുമ്പോൾ നമുക്ക് കമ്പനി തന്നെ എന്ത് ചെയ്യും, സ്റ്റഡി ലീവ് പ്രൊവൈഡ് ചെയ്യും. ആ സ്റ്റഡി ലീവ് ഏകദേശം മെയ് ജൂൺ മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെയായിരുന്നു ക്ലാസ്സും തുടങ്ങിയത്. രാവിലെ മുതൽ മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. ഒന്ന് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ മൊബൈലാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടുണ്ടാകുക.
അപ്പം പിന്നെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് മൊബൈലല്ലാതെ ടാബോ ലാപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മൊബൈലൊന്ന് അപ്പുറത്ത് എവിടെ മാറ്റി വെച്ചാൽ വലിയൊരു സമയം നമുക്ക് ശ്രദ്ധിച്ചെന്ത് ചെയ്യാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പം എങ്ങനെ ഒഴിവാക്കുക? ഫോണില്ലാതെ, ഫോണിലല്ല നമ്മൾ കേൾക്കേണ്ടതെന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് ടാബിലേക്കോ ലാപ്പിലേക്കോ മാറ്റുക. അതെ, പിന്നെ ഈ ഫോൺ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊടുക്കും. നമ്മളിങ്ങനെ അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണല്ലോ, എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി പോകുന്നുള്ളത്. അപ്പോൾ സ്വാഭാവിക കുട്ടികളിങ്ങനെ ചോദിക്കേണ്ടത് എത്ര മണിക്കൂറാണ് നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യൽ പഠിക്കൽ എന്നൊക്കെ. അപ്പോൾ എത്ര മണിക്കൂർ എന്ന ആ ഒരു നമ്പറിനപ്പുറത്ത് നമ്മൾ ഇരിക്കുന്ന മണിക്കൂർ എങ്ങനെ എഫക്റ്റീവ് ആവുന്നു, ക്വാളിറ്റി ടൈം എന്നുള്ളത് എങ്ങനെ എഫക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റ് ഞാൻ പുറമേ തന്നെയാണ് പിന്നെ ഇൻട്രൂം ഫൗണ്ടേഷനും ഒക്കെ പഠിച്ചിരുന്നത്. ചിലവർക്കത് നടക്കണമെന്ന്. ഇപ്പോൾ നാട്ടിലാകുമ്പോൾ ഫ്രണ്ട്സും വീട്ടിൽ പിന്നെ മറ്റ് ചില എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്യാവശ്യത്തിന് മാത്രം വിളിച്ചാൽ മതി, മറ്റ് പല കല്യാണങ്ങളും സൽക്കാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്, മറ്റ് ഡിസ്ട്രാക്ഷൻസുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിലൊരു പ്രധാനമുള്ളത്. പിന്നെ ഇവിടെ പീസ് റേഡിയോയിലെ ശ്രോതാക്കൾ ഇപ്പോൾ ഒരു സാജിദ കടുങ്ങല്ലൂർ അവർ ചോദിച്ചുള്ളൊരു ചോദ്യം, ഈ CA കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് കിട്ടുക എന്നുള്ളത്, അതിൻ്റെ ഒരു ജോലി സാധ്യതയാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരോടും നമ്മൾ CA എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഒപ്പിട്ട പൈസ ഇട്ടുക. അപ്പോൾ പിന്നെ അതിൽ ഒപ്പിട്ട പൈസ ഇട്ടുക എന്നുള്ളത് പിന്നെ CAക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് വിളിക്കും. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം എല്ലാ കമ്പനികളും നിർബന്ധമായിട്ടും ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് ആ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം CAക്കാർക്ക് മാത്രമേ ഉള്ളൂ. അതാണ് പിന്നെ CAക്കാരുടെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓഡിറ്റ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് ഒരു വലിയൊരു പ്രോസസ്സാണ്, 2 മാസമൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു ഒപ്പിടും, അപ്പുറം പൈസ ആകും എന്നുള്ളതാണ്. അതാണ് ഒപ്പില പൈസ എന്ന് പറയുന്നത്. മറ്റ് പല ഫീൽഡ് ടാക്സ് ഉണ്ട്, അതുപോലെ അഡ്വൈസ്, പല ഫീൽഡും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വർദ്ധിച്ചു വന്നതാണ്. അപ്പം ടീച്ചിങ് ഒരു സാധ്യതയാണ്. അതേപോലെ നമുക്ക് ഇനി ഓഫീസ് ഇടാം, ഫേം സ്വന്തമായിട്ട് ഓഫീസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇതവിടെ ആയിഷ എം പറഞ്ഞത് 6 മാസം കൊണ്ട് 30 ജുസ് ഹിഫ്ളാക്കിയ ആൾക്ക് CA വിജയിക്കാൻ ഇപ്പം എന്താ പ്രയാസം? അത് പിന്നെ അതിനെന്ത് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് അള്ളാൻ്റെ സഹായം എന്നുള്ളത്. അത് ഖുർആൻ പഠിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും അത് പിന്നെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു, +2ലും 98% മാർക്ക് വാങ്ങാൻ സാധിച്ചു. അതൊക്കെ വെച്ചാൽ അള്ളാൻ്റെ സഹായം എന്ന് തന്നെയാണ്. പിന്നെ പ്രാർത്ഥന അത് വലിയൊരു ഘടകമാണ്. നമ്മൾ പിന്നെ നിരന്തരം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ നോക്കി അള്ളാഹിനോട് പറയുക എന്നുള്ളത്. ഏത് എക്സാം ആയാലും 100% നമുക്ക് സിലബസ് കവർ ചെയ്യാൻ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. ഇപ്പോൾ സിലബസ് കടലാണെന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കലാകെ പോയതിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവുന്നത്, അതിൽ തന്നെ ഒരു അരിവിൻ്റെ അത്ര ക്വസ്റ്റ്യൻ വരുള്ളൂ എന്നാണ് പറയല്. അപ്പോൾ പിന്നെ അത് നമ്മൾ പഠിച്ചു കൊടുത്തുനിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ് വലിയ തോഫീക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ മുസ്ലിമിൻ്റെ ഒരു ലേണിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? ഒരു വിഷ്വലാണോ, ഓഡിറ്ററി ആണോ, എങ്ങനെയാണ്? പിന്നെ ഞാൻ കുറച്ചുകൂടി ഒച്ചത്തിൽ പറഞ്ഞിട്ടാണ് പിന്നെ പഠിക്കുക. ഞാൻ ചിലൊരു പിന്നെ ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ സ്വാഭാവികമായിട്ടും അയൽവാസികൾ പോലും CA ആവുന്ന രൂപത്തിൽ അത്രയും ഒച്ചയിൽ സംസാരിച്ചിട്ടാണ് പിന്നെ പഠിക്കൽ. അത് CA എന്നുള്ളതല്ല, +2 ആയാലും 10th ഒക്കെ ആയാലും. അപ്പം എന്താ വെച്ചാൽ ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ സ്ഥലം എനിക്ക് നിർബന്ധമാണ്. അതുപോലെ കമ്പൈൻ സ്റ്റഡി അവിടെ നടക്കൂല. സ്വന്തം ഇരുന്നിട്ട് പിന്നെ സ്റ്റഡി താല്പര്യമില്ല, ഇല്ല, തീരെ അപ്പുറത്തിരിക്കണം പഠിക്കാനില്ലല്ലോ. അപ്പോൾ ഉറക്കനെ സംസാരിച്ച്, അതുപോലെ പിന്നെ റൈറ്റിംഗ് സ്വാഭാവികമായിട്ടും ഈ മാത്സ് പോലത്തെ ഉള്ള വിഷയങ്ങളിൽ നമുക്ക് പ്രാക്ടീസ് നിർബന്ധമാണല്ലോ. അപ്പോൾ ഇത് തന്നെയാണ്. പിന്നെ ഉറക്കനെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് നമ്മൾ കേൾവി പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നതാണ് പറയല്. ഹിഫ്ദും അങ്ങനെ തന്നെ, അതെ, അത് പിന്നെ ഹിഫ്ദ് സ്ഥാപനങ്ങളിൽ നമുക്ക് പോയാൽ കാണാമല്ലോ. പിന്നെ ഉറക്കനെ ചെല്ലായിട്ട് അഡിക്റ്റ് ചെയ്യ കുറേ സന്ദർഭമുണ്ട്. ഉസ്താദ്മാരടിക്കും, ഉറക്കനെ ചെല്ലി പഠിക്കണം. അത് ഒരു പിന്നെ മെത്തേഡ് ഓഫ് ലേണിംഗ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ CA കാര്യങ്ങൾ പങ്കുവെച്ചു, പഠനം, ഹൈഫുൾ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് മുസ്ലിഹ് ദഅവ രംഗത്തും അല്ലെ, ഈ ഒരു പ്രബോധന രംഗത്തും തൻ്റേതായ റോളുകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ നിലവിൽ
കൊടിയത്തൂർ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ വെസ്റ്റേൺ സ്റ്റുഡൻസിൻ്റെ സെക്രട്ടറിയാണ്. സെക്രട്ടറിയാണ്. അവിടെയുള്ളൊരു അനുഭവങ്ങൾ എല്ലാവരും പറയുന്ന പഠനത്തിനൊരു തടസ്സമാണ് ദേവാരംഗം എന്നുള്ളത്. ഒരിക്കലും അല്ല എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും പിന്നെ നമുക്കറിയാം സൂറത്ത് മുഹമ്മദിലൊരു ആയത്ത് ഇൻ തൻസുറുല്ലാ ഇൻസുറുക്കും വൈസബിത്ത് അഖ്ദാമക്കും എന്നുള്ളത്. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഇതിനൊക്കെ അൾട്ടിമേറ്റ് നമ്മൾ എത്ര പഠിച്ചാലും പിന്നെ അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് ഇല്ല എങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ദേവാരംഗത്ത് എന്ന് പറയുമ്പോൾ പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നവംബറിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ നവംബറിൽ എക്സാമിൻ്റെ ഒരു ആഴ്ച മുന്നെയാണ് വിസ്ഡം ഡേ നടന്നിരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ മണ്ഡലം യൂണിറ്റ് ഭാരവാഹികളോട് ഇങ്ങനെ പിന്നെ അവർ ചോദിച്ചു അന്ന് എക്സാം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു അടുത്ത ആഴ്ചയാണെന്നുള്ളത്. എനിക്ക് ആ വിസ്ഡം ഡേയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഉപ്പ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഉപ്പ തിരിച്ചെന്ന് പറഞ്ഞു എനിക്കും വേണ്ടി പിന്നെ സ്റ്റുഡൻസിലെ ഈ പ്രസിഡന്റ് പ്രാർത്ഥിച്ചിരുന്നു എന്ന്. സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിലൊരു സന്തോഷം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും പറഞ്ഞിട്ടില്ല, അവർ സ്വയം അവരുടെ മനസ്സിൽ നിന്ന് വന്നിട്ട് പിന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും പിന്നെ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കുറേ ആളുകളുടെ പ്രാർത്ഥന കൂടിയാണ് വിജയം സ്വന്തമായിട്ട് നേടാൻ പറ്റില്ലല്ലോ. പിന്നെ കുറേ ആളുകളുടെ പിന്നെ പങ്ക് ചേർന്നതാണ് ഒരു വിജയം എന്നുള്ളത്. മറ്റൊന്ന് വെച്ചാൽ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ സഹായം ഈ ദേവാരംഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ നമുക്ക് പിന്നെ പഠനം ഒരിക്കലും നമ്മൾ ദേവാരംഗത്തിന് വേണ്ടി പിന്നെ ഒഴിവാക്കുകയും ചെയ്യരുത്. രണ്ടും ഒരുമിച്ച് നമുക്ക് സുഖകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു ജില്ലാ നേതൃസംഗമത്തിൽ പിന്നെ CP സലീം സാഹിബ് പറഞ്ഞൊരു സാധനം, പിന്നെ ഒരു മീറ്റിങ്ങിന് ഒരു വിദ്യാർത്ഥിയെ വിളിക്കുന്ന സമയത്ത് അവൻ എക്സാം ഉണ്ടെങ്കിൽ അവൻ എക്സാം പഠിച്ചു വന്ന് കൂടുതൽ ശക്തിയോടെ ദൈവത്തിനകത്ത് പിന്നെ അവന് മുന്നേറാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ സുഖമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. മാഷാ അല്ലാഹ്, കൃത്യമാണ് ആ പറഞ്ഞ വാക്കുകൾ, നമുക്കുള്ള അനുഭവങ്ങളാണ്. ദഅ്വരംഗത്ത് നമ്മൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ പഠന രംഗത്തിലും ഏറെ മുന്നേറാൻ സാധിക്കുമെന്നതിൻ്റെ ഉദാഹരണങ്ങൾ കൂടിയാണ് ഇത്തരം വാക്കുകൾ. ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഓക്കെ, പിന്നെ ബാക്കി ഇനി ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ CA അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കോ ഒക്കെ കൊടുക്കാനുള്ള ഒരു ഫൈനൽ മെസ്സേജ് എന്താണ്? രക്ഷിതാക്കൾ അറിയേണ്ടത് ആദ്യം കോഴ്സിനെ കുറിച്ചൊന്ന് പിന്നെ അവർക്കൊരു പിന്നെ അറിവുണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും +2 അതല്ലെങ്കിൽ 10th എഴുതുന്ന പോലെയല്ല, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതിൽ തന്നെ ഒരു ടഫസ്റ്റ് എക്സാം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു എക്സാം കൂടിയാണ്. അപ്പം പിന്നെ ആ രീതിയിലുള്ളൊരു പരിഗണന സ്വന്തം മക്കൾക്ക് കൊടുക്കണം എന്നുള്ളതാണ്. നിരന്തരം ഇങ്ങനെ പിന്നെ പല വിദ്യാർത്ഥികളും ഇങ്ങനെ പറയാറുണ്ട്, പിന്നെ 2-3 അറ്റംപ്റ്റൊക്കെ രക്ഷിതാക്കൾ സഹിക്കും, ഇത് കുറേ അറ്റംപ്റ്റ് എടുക്കുക, ഇതെന്താ പാസ്സാവാത്ത. ഈ എക്സാം സ്ട്രക്ചറും ഇതിലെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും രക്ഷിതാക്കളെ കുറിച്ചും സ്വാഭാവികമായിട്ടും അറിയുണ്ടാവില്ലല്ലോ. അപ്പം വിദ്യാർത്ഥികൾ സഹിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളൊക്കെ പിന്നെ പരിഗണിക്കണം. അവർക്ക് വേണ്ട ഒരു പിന്നെ സഹായകമായിട്ട് രക്ഷിതാക്കൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് അതുവരെ പഠിച്ചിരുന്ന LP സ്കൂളിലെ അല്ലെങ്കിൽ ഹൈസ്കൂളിലെ സിലബസ് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ചോദ്യം കൂടി, അവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ രക്ഷിതാക്കൾ സഹിക്കണം എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ എത്രത്തോളമായിരിക്കും? പിന്നെ ഫൈനാൻഷ്യൽ ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അധികം ഒരു പിന്നെ സാമ്പത്തിക ബാധ്യത ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു പിന്നെ നമ്മൾ ഈ കോഴ്സ് വെച്ചാൽ ഇതിൻ്റെ കോച്ചിങ്ങിന് നമ്മൾ പോകണം. അത് കുറച്ച് പിന്നെ ഏകദേശം ഒരു 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെ ഇടയിൽ നമുക്ക് ഒതുങ്ങാവുന്നതാണ്. ഈ ഒരു മൊത്തത്തിൽ കോച്ചിങ്ങും അതുപോലെ തന്നെ കോഴ്സ് ഫീ ഒക്കെ ആയിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ICA എന്ന് പറഞ്ഞ ബോഡി അവർ കോഴ്സ് ഫീ വാങ്ങും, അതുപോലെ എക്സാമിൻ്റെ ഫീ. ഇത് ബാക്കിയുള്ളത് പഠിക്കാൻ നമുക്ക് സ്വയം പഠിക്കാമെങ്കിൽ പറ്റാം, അല്ലെങ്കിൽ മറ്റ് പിന്നെ യൂട്യൂബ് ലൈവുകളൊക്കെ അവർ തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം എത്ര വരും ഈ കോഴ്സ് ഫീ എക്സാം ഫീ ഒക്കെ എത്ര വരും? ഒക്കെ പാടെ അത് 1 ലക്ഷത്തിൽ ഒതുങ്ങും. പിന്നെ വരുന്നതാണ് ഈ നമ്മുടെ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ട്യൂഷൻ ഫീ എന്നുള്ളത്. അത് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിലേ ഇപ്പോൾ മുസ്ലിൻ്റെ ഈ ഒരു ചെറുപ്പത്തിൽ ഇത്ര വലിയൊരു അച്ചീവ്മെൻറ്റിലെത്തി. അപ്പോൾ അതിൻ്റെ പിന്നിൽ പിന്നെ മുസ്ലിൻ്റെതായ കഴിവിൻ്റെ പുറമെ അതിൻ്റെ പിന്നിൽ പാരൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഉമ്മ ഉപ്പ അവരുടെയൊക്കെ ഒരു പ്രചോദനം, സഹായം, അതൊന്നും എടുത്ത് പറയുന്നത് നന്നാവും തോന്നുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് വിജയം എന്നുള്ളത് സ്വയം അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നല്ല, എല്ലാവരും പാടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് വിജയം എന്നുള്ളത്. അപ്പം വീട്ടിലങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തപ്പോൾ പിന്നെ ഒരു കാര്യത്തിനും എന്നെ വിളിക്കാതെ, ഇപ്പോൾ വീടേക്ക് പോവുകയാണെങ്കിലും ഒക്കെ എല്ലാം പിന്നെ വാപ്പ ചെയ്യുന്നു. അതുപോലെ ടൈമിന് ചായയും കടിയും ഒക്കെ ഇങ്ങോട്ടേക്ക് റൂമിൽ തന്നെ എത്തുന്ന രൂപത്തിലേക്ക്
എല്ലാവരോടും പ്രിപ്പയർ ആയി. അതുപോലെ പെങ്ങന്മാരാണെങ്കിലും പിന്നെ ലീവിന് വരുന്ന സമയത്തൊക്കെ ശബ്ദം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുന്നു. അതുപോലെ ലീവ് കുറച്ച് ദിവസം നിന്ന് പോകുന്നു. അതൊക്കെ എല്ലാവരും സഹകരിച്ചത് കൊണ്ടാണ് പിന്നെ ഈ ഒരു വിജയം പിന്നെ നേടാൻ പറ്റി എന്നുള്ളതാണ്. അതിൽ മാതാപിതാക്കളുടെ പങ്ക് വലിയ റോളാണ്. അവരുടെ പ്രാർത്ഥന നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇതാണ് പിതാവ് മുഹമ്മദ് കബീർ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. പിന്നെ മാതാപിതാക്കൾ, കുടുംബക്കാർ ഇവിടേക്ക് പങ്കിഹപര വിജയത്തിനായി പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് നിരന്തരം ഉണ്ടാവും പ്രാർത്ഥന. അപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മൾ കണ്ടു. അതുപോലെ എല്ലാവരോടും കൂടി പറയണം, ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും. തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.